ഇന്നത്തെ വചനചിന്ത നമ്മെ ശക്തീകരിക്കുന്ന ദൈവം. യെശയ്യാപ്രവചന പുസ്തകം 41 അധ്യായം 10 തിരുവചനം ഇപ്രകാരം വായിക്കുന്നു: നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഈ നല്ലൊരു പ്രഭാതത്തിൽ വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഓരോ ദൈവവൈതന്യമുള്ള വാഗ്ദത്ത വചനമാണ് നാം വായിച്ചു കേട്ടത്. വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ചാൽ ഭക്തനായ ദാവീദിലൂടെ വെളിപ്പെട്ട ദൈവപ്രവൃത്തിയുടെ സന്തോഷത്തെ ജനം വിളിച്ചു പാടി. സ്ത്രീജനം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 എന്ന്. അതിനാൽ ശൗലിന് ദാവീദിനോട് അസൂയയും കോപവും ഉണ്ടായി. ശേഷം ദാവീദിനെതിരെ വാദിക്കുകയും പോരാടുകയും യുദ്ധം ചെയ്യുവാനും തുടങ്ങി. ഭക്തനായ ദാവീദിനെ കൊല്ലുവാൻ പദ്ധതികൾ തയ്യാറാക്കി. ഭക്തനായ ദാവീദ് വനാന്തരങ്ങളിൽ ഒളിക്കേണ്ട അവസ്ഥകൾ കടന്നു വന്നു എന്നുള്ളതാണ്. ഒരിക്കൽ വനാന്തരങ്ങളിൽ ആടുമേച്ച് നടന്ന ദാവീദ് ഇപ്പോൾ സ്വന്തം ജീവൻ രക്ഷിക്കുവാനായി വനാന്തരങ്ങളിൽ ഒളിച്ചു താമസിക്കുന്നു. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ഭക്തനായ ദാവീദിനെ പോലെ ശത്രുവിനെ ഭയന്ന് ഒളിച്ചു താമസിക്കേണ്ട അവസ്ഥയിലൂടെയാണ് താങ്കളുടെ ജീവിതം കടന്നു പോകുന്നത്. താങ്കൾക്കെതിരെ ദൃശ്യമായും അദൃശ്യമായും ശത്രുക്കൾ ഉണ്ടാകാം. ഓർക്കുക, താങ്കളെ കാണുന്ന, താങ്കളുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം താങ്കളോട് കൂടെയുണ്ട്. ശത്രു എത്ര തന്ത്രമൊരുക്കിയാലും, താങ്കൾക്കെതിരെ വാദിച്ചാലും പോരാടിയാലും യുദ്ധം ചെയ്താലും ശത്രുവിന് താങ്കളെ ജയിക്കുവാൻ സാധിക്കുകയില്ല. കാരണം വചനം ശ്രവിക്കുന്ന താങ്കൾ ദൈവത്തിൻ്റെതാണ്. ദൈവം വചനം ശ്രവിക്കുന്ന താങ്കളോട് കൂടെയുണ്ട്. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ശൗലിന് ദാവീദിന് മേൽ ജയിക്കുവാൻ കഴിയാത്തതിൻ്റെ കാരണം ദൈവം ഭക്തനായ ദാവീദിനോട് കൂടെയുണ്ടായിരുന്നു. ദൈവം ഭക്തനായ ദാവീദിനെ ശക്തീകരിച്ചു. ചില പ്രതീക്ഷിക്കാത്ത പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതീക്ഷിക്കാത്ത തകർച്ചകൾ കടന്നു വരുമ്പോൾ നാം അറിയാതെ ദൈവം നമ്മെ ശക്തീകരിക്കുന്നുണ്ട്. ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. നമ്മെ തകർക്കുവാൻ ശത്രുക്കൾ ശ്രമിക്കുമ്പോൾ ദൈവം നമ്മെ സഹായിക്കും. ദൈവത്തിൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ദൈവം നമ്മെ താങ്ങുന്നുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഓരോ ദൈവമക്കൾക്കും ദൈവം വലങ്കൈ നൽകുന്നു. ദൈവം വലങ്കൈ പിടിച്ച് മുന്നോട്ട് നമ്മെ നടത്തുന്നുണ്ട്. വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ, വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്നു, നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്നു പോകും. നിന്നോട് വാദിക്കുന്നവർ നശിച്ചില്ലാതെയാകും. നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും, കാണുകയില്ലതാനും. നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാസിത്വവും ഇല്ലായ്മയും പോലെയാകുമെന്ന്. താങ്കളുടെ നീറുന്ന പ്രശ്നങ്ങളിൽ ഇറങ്ങി വരുന്നവനാണ് യേശു. യേശു താങ്കളുടെ വിഷയങ്ങളിൽ ഇടപെടും. യോശുവ പുസ്തകം 1 അധ്യായം 5 തിരുവചനം ഇപ്രകാരം വായിക്കുന്നു: ദൈവം ഭക്തനായ യോശുവയോട് വിളിച്ചു പറഞ്ഞത്, ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. യെശയ്യാപ്രവചന പുസ്തകം 41 അധ്യായം 13 തിരുവചനത്തിൽ വിളിച്ചു പറയുന്നു, നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലങ്കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു. 91 സങ്കീർത്തന പുസ്തകം 12 വാക്യത്തിൽ ഇപ്രകാരം വിളിച്ചു പറയുന്നു, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിച്ചു കൊള്ളുമെന്ന്. വചനം ശ്രവിക്കുന്ന താങ്കളെ ശക്തീകരിക്കുന്ന ദൈവമുണ്ട്. താങ്കൾ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയങ്ങൾ താങ്കൾ മറന്നുപോയേക്കാം. എന്നാൽ താങ്കളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ യേശു മറക്കുന്നില്ല. താങ്കളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എത്ര പഴക്കമുള്ളതാണെങ്കിലും വിശ്വസിക്കുക, താങ്കളെ ശക്തീകരിച്ച് താങ്കളുടെ പ്രാർത്ഥനാ വിഷയത്തിന് കർത്താവ് ഇന്ന് മറുപടി നൽകാൻ പോകുന്നു. സകല ശൂന്യതകളിൽ നിന്നും ദൈവം വചനം ശ്രവിക്കുന്ന താങ്കളെ ഉയർത്തും. നിശ്ചയമായി താങ്കളെ മാനിക്കും. നിന്ദിച്ചവരുടെ മുൻപിൽ, തള്ളിക്കളഞ്ഞവരുടെ മുൻപിൽ താങ്കളുടെ വിഷയത്തിന് മറുപടിയായി വചനം ശ്രവിക്കുന്ന താങ്കളെ നിർത്തും. താങ്കളെ തള്ളിക്കളഞ്ഞവർ താങ്കളെ ചേർത്ത് നിർത്തുന്ന ഒരു ദിവസം വരും. ഒന്നുമില്ലായ്മയിൽ നിന്നും സകലത്തെയും ഉളവാക്കിയ കർത്താവ് യേശു ക്രിസ്തുവിൽ ആശ്രയിച്ചാൽ, യേശുവിൻ്റെ കൈ മുറുകെ പിടിച്ചാൽ, വചനം ശ്രമിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണും, അത്ഭുതങ്ങൾ സംഭവിക്കും, അത്ഭുതങ്ങളെ തൊടും. ജീവിതത്തിൽ കർത്താവ് യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുക. കർത്താവ് ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികൾ തീർന്നു പോയിട്ടില്ല.
ഇന്നും വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് വേണ്ടി കർത്താവിൻ്റെ കരം ചലിക്കുകയാണ്. ആകയാൽ ശക്തീകരിക്കുന്ന കർത്താവിൽ പൂർണ്ണമായി ആശ്രയിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.